25 HSC സീരീസിലെ മൂന്നാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ആ ഒരു പോയത്തിൻ്റെ ബാക്കി ഭാഗമാണ് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, എയ്മി ഡോണ്ട് ഗോ ടു സമ്മൺ എൽസ് ദിസ് ടൈം. അപ്പോൾ അയാൾ ഇതുവരെ നമ്മൾ എന്താണ് പറഞ്ഞത്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള ഒരു ക്വാറലിനെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഹസ്ബൻഡ് പറയാണ്, എയ്മി ഡോണ്ട് ഗോ ടു സമ്മൺ എൽസ് ദിസ് ടൈം. എയ്മി, നീ ഈ ഒരു സമയത്ത് വേറൊരാളുടെ അടുത്ത് പോവല്ലേ. ലിസൺ ടു മീ, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക്. ഐ വോണ്ട് കം ഡൗൺ ദി സ്റ്റെയർസ്. ഞാൻ ഈ സ്റ്റെയർ ഇറങ്ങി വരുന്നില്ല. അപ്പോൾ ഇത് തന്നെ അവർ തമ്മിലുള്ള ആ ഒരു എന്താ പറയുക, ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഇല്ലായ്കയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. കാരണം പാർട്ട്ണർ ഓക്കെ അല്ലാത്ത സമയത്ത് ഓക്കെ ഞാൻ നിൻ്റെ അടുത്തോട്ട് വരാമെന്ന് പറയുന്നതിൻ്റെ പകരം ഇവിടെ എന്താ പറയുന്നത്, ഐ വോണ്ട് കം ഡൗൺ ദി സ്റ്റെയർസ്. ഞാൻ ഈ സ്റ്റെയർ ഇറങ്ങി ഞാൻ വരുന്നില്ല എന്നാണ് പറയുന്നത്. ഹി സാറ്റ് ആൻഡ് ഫിക്സഡ് ഹിസ് ചിൻ ബിറ്റ്വീൻ ഹിസ് ഫേസ്റ്റ്. അപ്പോൾ അയാളിങ്ങനെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് അയാൾ അവിടെ ഇരുന്നിട്ട് എന്താണ്, കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ കൈ ഇങ്ങനെ താടി ഇങ്ങനെ അതിലോട്ട് കുത്തിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ദർ ഇസ് സംതിങ് ഐ ഷുഡ് ലൈക്ക് ടു ആസ്ക് യു ഡിയർ. എന്നിട്ട് അയാൾ പറഞ്ഞു, ഡിയർ, എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. അപ്പോൾ വൈഫ് പറയാണ്, യു ഡോണ്ട് നോ ഹൗ ടു ആസ്ക് ഇറ്റ്. ഇല്ല, നിങ്ങൾക്കത് എങ്ങനെയാണ് ചോദിക്കേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ഹസ്ബൻഡ് റിപ്ലൈ ആണ്, ഹെൽപ്പ് മീ ദെൻ. അങ്ങനെയാണെങ്കിൽ നീ എന്നെ ഹെൽപ്പ് ചെയ്യുക. ഹെർ ഫിംഗേഴ്സ് മൂവ് ദ ലാച്ച് ഫോർ ഓൾ റിപ്ലൈസ്. എല്ലാത്തിനും റിപ്ലൈ എന്ന നിലയ്ക്ക്, എല്ലാത്തിനും മറുപടി എന്നുള്ള നിലയ്ക്ക് അവളുടെ കൈകൾ ആ കുറ്റിയിലോട്ട് ഇങ്ങനെ പോയി, വാതിൽ കുറ്റിയിലോട്ട് ഇങ്ങനെ മൂവ് ചെയ്തു വിരലുകൾ. മൈ വേർഡ്സ് ആർ നിയർലി ഓൾവേസ് എൻ ഒഫെൻസ്. അപ്പോൾ ഹസ്ബൻഡ് പറയാണ്, ഞാൻ എന്ത് പറഞ്ഞാലും എപ്പോഴും അതൊരു ഒഫെൻസായിട്ട് മാറുകയാണ്. ഐ ഡോണ്ട് നോ ഹൗ ടു സ്പീക്ക് ഓഫ് എനിത്തിങ്. എങ്ങനെയാണ് ഒരു കാര്യത്തിനെക്കുറിച്ച് സംസാരിക്കേണ്ടത് എന്നുള്ളത് എനിക്കറിയില്ല. ആസ് സോ ടു പ്ലീസ് യു. എങ്ങനെയാണ് നിന്നെ പ്ലീസ് ചെയ്തുകൊണ്ട് ഒരു കാര്യത്തിനെക്കുറിച്ച് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നുള്ളത് എനിക്കറിയില്ല എന്ന് പറയാണ്. ബട്ട് ഐ മൈറ്റ് ബി ടോട്ട്, ഐ ഷുഡ് സപ്പോസ്. പക്ഷേ ഞാനത് പഠിക്കും. ഐ മൈറ്റ് ബി ടോട്ട്, ഞാനത് പഠിക്കേണ്ടതാണ്. ഐ ഷുഡ് സപ്പോസ്, ഞാനത് പഠിക്കും. ഐ കാൺട്ട് സേ ഐ സീ ഹൗ. അവിടെ ഞാനത് കൂടെ നോക്കുമ്പോൾ അവിടെ എന്താണ് ഞാൻ കാണുന്നത് എന്നുള്ളത് എനിക്കത് പറയാനായിട്ട് സാധിക്കുന്നില്ല. എ മാൻ മസ്റ്റ് പാർഷ്യലി ഗിവ് അപ്പ് ബീയിങ് എ മാൻ വിത്ത് വുമൺ ഫോക്ക്. സ്ത്രീയോട് സംസാരിക്കുമ്പോൾ ഒരു പുരുഷൻ എന്താണോ അവനെ ഒരു പുരുഷനാക്കുന്നത് അത് ഗിവപ്പ് ചെയ്തിട്ട് വേണം ഒരു സ്ത്രീയോട് സംസാരിക്കാനെന്ന് തോന്നുന്നു. അതായത് ഒരാളിനെ ആ ആളാക്കി മാറ്റുന്നത്, ഒരു മാനാക്കി മാറ്റുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ എന്താണ്, മെയിൽ ഈഗോ ആണല്ലേ. അപ്പോൾ ആ മെയിൽ ഈഗോ ഒഴിവാക്കിയിട്ട് വേണം ഒരു സ്ത്രീയോട് സംസാരിക്കാനെന്നാണ് പറയുന്നത്. വി കുഡ് ഹാവ് സം അറേഞ്ച്മെൻറ്റ്സ്. എന്നിട്ട് അയാൾ പറയാണ്, നമുക്ക് കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊരു എഗ്രിമെൻ്റ് ഒക്കെ വെക്കാം, നമുക്കിതിന് എന്തെങ്കിലും അറേഞ്ച് ചെയ്യാം. ബൈ വിച്ച് ഐ വുഡ് ബൈൻഡ് മൈ സെൽഫ്. ആ അറേഞ്ച്മെൻറ്റ്സിലൂടെ എന്ത് ചെയ്യാം, ഐ വുഡ് ബൈൻഡ് മൈ സെൽഫ്, ഞാൻ എന്നെ തന്നെ ഞാനിങ്ങനെ കൺട്രോൾ ചെയ്തോളാം. ടു കീപ് ഹാൻഡ്സ് ഓഫ് എനിത്തിങ് സ്പെഷ്യൽ യു ആർ എ മൈൻഡ് ടു നെയിം. നീ ബോദർ ചെയ്യുന്ന നിനക്ക് സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഞാൻ വിട്ടു നിന്നോളാം. ദോ ഐ ഡോണ്ട് ലൈക്ക് സച്ച് തിങ്സ് ട്വിക്സ്റ്റ് ദോസ് ദാറ്റ് ലവ്. അത് ട്വിക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ എന്നാണ്. അപ്പോൾ നിനക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആ കാര്യങ്ങൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കൂടിയിട്ടും ഞാനതിലൊന്നും ഇടപെടാൻ വരില്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയാണ്, ടു ദ ഡോണ്ട് ലവ് കാൺ ലിവ് ടുഗെദർ വിത്തൗട്ട് ദം. ഈ ഒരു അടുത്ത 2 ലൈൻസിലായിട്ട് പറയുന്നത് അറേഞ്ച്മെൻറ്റ്സിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ്, സ്നേഹമുള്ള രണ്ടാളുകൾ, ടു ദ ഡോണ്ട് ലവ്, ഒരിക്കലും സ്നേഹിക്കാത്ത രണ്ടാളുകൾ, ദേ കാൺ ലിവ് ടുഗെദർ വിത്തൗട്ട് ദം. അവർക്കൊരിക്കലും ഈ അറേഞ്ച്മെൻറ്റ്സ് ഇല്ലാതെ ജീവിക്കാനായിട്ട് സാധിക്കില്ല. ബട്ട് ടു ലവ് ദറ്റ് ഡു കാൺട്ട് ലിവ് ടുഗെദർ വിത്ത് ദം. പക്ഷെയോ പരസ്പരം സ്നേഹിക്കുന്ന രണ്ടാളുകൾക്ക് ഈ അറേഞ്ച്മെൻറ്റ്സോടുകൂടെ അല്ലെങ്കിൽ എഗ്രിമെൻറ്റ്സോടുകൂടെ ജീവിക്കാനും സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഷീ മൂവ്ഡ് ദ ലാച്ച് എ ലിറ്റിൽ. അവൾ ആ വാതിൽ കുറ്റി ചെറുതായിട്ട് എടുത്തു. ഡോണ്ട് ഗോ. അപ്പോൾ ഹസ്ബൻഡ് പറയാണ്, നോ ഡോണ്ട് ഗോ, നീ ഇപ്പോൾ പോവല്ലേ. ഡോണ്ട് ക്യാരി ഇറ്റ് ടു സമ്മൺ എൽസ് ദിസ് ടൈം. ഈ ഒരു സമയത്ത് ഇതുമായിട്ട് നീ വേറൊരാളുടെ അടുത്ത് പോവല്ലേ. ടെൽ മീ അബൌട്ട് ഇറ്റ് ഇഫ് ഇറ്റ്സ് സംതിങ് ഹ്യൂമൻ. അത് സംതിങ് ഹ്യൂമൻ ആണെങ്കിൽ, ഒരു മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ
പ്ലീസ് ടെൽ മീ അബൌട്ട് ഇറ്റ്. നീ അതിനെക്കുറിച്ച് എന്നോട് പറ. ലെറ്റ് മീ ഇൻ ടു യുവർ ഗ്രീഫ്. നിൻ്റെ ആ സങ്കടം അത് എൻ്റേതുകൂടിയായി മാറട്ടെ, അല്ലെങ്കിൽ നിൻ്റെ സങ്കടം അതെന്താണെന്നുള്ളത് എന്നെ കൂടെ ഒന്ന് അറിയിക്കൂ. ഐ ആം നോട്ട് സോ മച്ച് അൺലൈക്ക് അതർ ഫോക്സ്. അപ്പോൾ എന്താണ് നോട്ട് അൺലൈക്ക് എന്ന് പറഞ്ഞാൽ? നോട്ട് അൺലൈക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? ലൈക്ക് എന്നാണ് അല്ലേ? നോട്ട് അൺലൈക്ക് എന്ന് പറഞ്ഞാൽ ലൈക്ക് എന്നാണ് മീനിങ് വരുന്നത്. അപ്പം ഐ എം നോട്ട് സോ മച്ച് അൺലൈക്ക് അതർ ഫോക്സ്. ഞാനും മറ്റുള്ള ആളുകൾ പോലെ തന്നെയാണ്. ആസ് യു ആർ സ്റ്റാൻഡിങ് ദർ അപ്പാർട്ട് വുഡ് മേക്ക് മീ ഔട്ട്. പക്ഷേ നീ ഇങ്ങനെ എന്നിൽ നിന്ന് അകന്ന് നിൽക്കുമ്പോൾ ഞാനെന്തോ ആ ഇതിൽ നിന്ന്, അതായത് നോർമലി ഉള്ള ആ ഒരു സ്ട്രക്ചറിൽ നിന്ന് മാറിയിട്ട് ഞാനെന്തോ ഇതിൽപ്പെട്ട ഒരാളല്ല, അല്ലെങ്കിൽ ഞാനിതിൽ നിന്ന് മാറിയിട്ടുള്ള ഒരാളാണെന്നുള്ളൊരു ഫീലാണ് വരുന്നത്. ഗിവ് മീ മൈ ചാൻസ്. എനിക്ക് എൻ്റെ ഒരു ചാൻസ് ഒന്ന് തരോ. ഐ ഡു തിങ്ക് ദോ യു ഓവർ ഡു ഇറ്റ് എ ലിറ്റിൽ. അങ്ങനെയൊക്കെയാണെങ്കിലും നീ ഇപ്പോൾ ചെയ്യുന്നത് ഒരിത്തിരി ഓവറാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാണ് അവിടുത്തെ പ്രശ്നം. എല്ലാ കാര്യങ്ങളും കറക്റ്റായി അയാളിങ്ങനെ പറഞ്ഞ് അവളെ കൺവിൻസ് ചെയ്ത് വന്നിട്ട് ലാസ്റ്റ് ആകുമ്പോൾ എന്താണ്, അവളെ ബ്ലെയിം ചെയ്യുന്നത് പോലെ ആവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവൾക്കത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഇത് തന്നെയാണ് ഇവർ തമ്മിലുള്ളൊരു പ്രശ്നമെന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് ലൈൻ, വാട്ട് വാസ് ഇറ്റ് ബ്രോട്ട് യു അപ്പ് ടു തിങ്ക് ഇറ്റ് ദ തിങ് to take your mother loss of a first child so inconsolably in the face of love. അപ്പോൾ what was it brought you up? എന്താണ് നിന്നെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നത്? ടു തിങ്ക് ഇറ്റ് ദ തിങ്. അപ്പോൾ നിന്നെക്കൊണ്ട് ഇങ്ങനെ ചിന്തിപ്പിക്കുന്നത്, നീ ഇപ്പോൾ ഈ ഉള്ള രൂപത്തിൽ നിന്നെക്കൊണ്ട് ചിന്തിപ്പിക്കുന്നതും നിന്നെ ഇങ്ങനെ ആക്കുന്നതും അതെന്താണ്? ടു ടേക്ക് യുവർ മദർ ലോസ് ഓഫ് എ ഫസ്റ്റ് ചൈൽഡ് സോ ഇൻകൺസോളബിളി. അപ്പോൾ ഒരിക്കലും മറക്കാനാവാത്ത രൂപത്തിൽ നിൻ്റെ കുഞ്ഞിൻ്റെ, അതായത് മദർ ലോസ് ഓഫ് ഫസ്റ്റ് ചൈൽഡ് എന്നാണ് പറഞ്ഞത്, ഒരമ്മയുടെ ആദ്യത്തെ കുഞ്ഞ് നഷ്ടപ്പെട്ടിട്ടുള്ള ആ ഒരു അമ്മയുടെ ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊന്നും ഒരിക്കലും മാറാത്ത രൂപത്തിൽ, ഒരിക്കലും ചേഞ്ച് ചെയ്യാനാവാത്ത രൂപത്തിൽ ഇങ്ങനെ വരുമ്പോൾ എന്താണ് നിന്നെ കൊണ്ട് ഇങ്ങനെ ചിന്തിപ്പിക്കുന്നത്? ഇൻ ദ ഫേസ് ഓഫ് ലവ്. ഈ ഒരു സ്നേഹത്തിൻ്റെ എന്താ പറയുക, ഇൻ ദ ഫേസ് ഓഫ് ലവ്, ഈ ഒരു സ്നേഹിക്കപ്പെടുന്ന ഈ ഒരു സമയത്തും ഇങ്ങനെ തോന്നാൻ അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാൻ എന്താണ് നിനക്ക് കാരണം? യു ഡോണ്ട് തിങ്ക് ഹിസ് മെമ്മറി മൈറ്റ് ബി സാറ്റിസ്ഫൈഡ്. യു വുഡ് തിങ്ക് ഹിസ് മെമ്മറി മൈറ്റ് ബി സാറ്റിസ്ഫൈഡ്. നീ എന്താ വിചാരിക്കുന്നത്? അവൻ്റെ ഓർമ്മകൾ, ആ കുഞ്ഞിൻ്റെ ഓർമ്മകൾ അത് മാത്രമാണ് സാറ്റിസ്ഫൈ ചെയ്യുന്ന കാര്യങ്ങളെന്നാണോ നീ വിചാരിക്കുന്നത്? അപ്പോൾ ഇത്രയും പറയുമ്പോൾ വൈഫ് പറയാണ്, ദർ യു ഗോ സ്നീറിങ് നൗ. അതെ, നിങ്ങളിപ്പോഴും എന്നെ കളിയാക്കുകയാണ്. അപ്പോൾ ഹസ്ബൻഡ് പറയാണ്, ഐ എം നോട്ട്. ഇല്ല, ഞാൻ കളിയാക്കല്ല. ഐ എം നോട്ട്. ഞാൻ കളിയാക്കല്ല. യു മേക്ക് മീ ആംഗ്രി. നീയാണ് എന്നെ ദേഷ്യം പിടിപ്പിക്കുന്നത്. ഐ വിൽ കം ഡൗൺ ടു യു. ഞാൻ നിൻ്റെ അടുത്തോട്ട് വരാം. ഗോഡ്, what a woman, and it's come to this. A man can't speak of his own child that's dead. ഇപ്പം എന്താണ് അയാൾ പറയാണ്, നീയാണ് എന്നെ ദേഷ്യം പിടിപ്പിക്കുന്നത്. I'll come down to you. ഞാൻ നിൻ്റെ അടുത്തോട്ട് വരാം. God, what a woman. ദൈവമേ, എന്തൊരു സ്ത്രീയാണത്. And it comes to this. A man can't speak of his own child that's dead. ഒരാണിന്, ഒരു മനുഷ്യന് അയാൾക്ക് നഷ്ടപ്പെട്ടു പോയൊരു കുഞ്ഞിനെ കുറിച്ചൊന്നും പറയാൻ പോലും പാടില്ലേ? അയാൾ ചോദിക്കുകയാണ്. അപ്പോൾ വൈഫ് പറയാണ്, യു കാണ്ട്. നിങ്ങൾക്ക് പറ്റില്ല. ബിക്കോസ് യു ഡോണ്ട് നോ ഹൗ ടു സ്പീക്ക്. കാരണം നിങ്ങൾക്കറിയില്ല എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് നിങ്ങൾക്കറിയില്ല. ഇഫ് യു ഹാഡ് എനി ഫീലിങ്സ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നെങ്കിൽ, യു ദാറ്റ് ഡഗ് വിത്ത് യുവർ ഓൺ ഹാൻഡ്സ്, ഹൗ കുഡ് യു. അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടിയിട്ട്, ആ കുട്ടി മരിച്ചു കഴിഞ്ഞ് ആ കുട്ടീനെ മറമാടാനുള്ള കുഴി കുഴിച്ചതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇഫ് യു ഹാഡ് എനി ഫീലിങ്സ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടായിരുന്നെങ്കിൽ, ദാറ്റ് ഡഗ് വിത്ത് യുവർ ഓൺ ഹാൻഡ്സ്, ഹൗ കുഡ് യു. നിങ്ങളുടെ കൈ കൊണ്ടാണ് ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ആ കുഴി കുത്തിയത്. എങ്ങനെയാണ്, ഹൗ കുഡ് യു, എങ്ങനെയാണ് നിങ്ങളെ കൊണ്ട് അത് സാധിച്ചത്? ഹിസ് ലിറ്റിൽ ഗ്രേവ്, അവൻ്റെ ആ ഒരു ചെറിയ ആ ലിറ്റിൽ ഗ്രേവ്. ഐ സോ യു ഫ്രം ദ വെരി വിൻഡോ ദർ. ആ കാണുന്ന അതേ വിൻഡോയിലൂടെയാണ് ഞാൻ നിങ്ങളന്ന് കണ്ടത്. മേക്കിംഗ് ദ ഗ്രേവൽ ലീപ്പ് ആൻഡ് ലീപ്പ് ഇൻ എയർ, ലീപ്പ് അപ്പ് ലൈക്ക് ദാറ്റ് ആൻഡ് ലാൻഡ് സോ ലൈറ്റ്ലി ആൻഡ് റോൾ ബാക്ക് ഡൗൺ
the mount beside the hole. അപ്പം ഞാൻ അതിൽ നോക്കുമ്പോൾ ഞാൻ എന്താ കണ്ടത്? യു ആർ മേക്കിംഗ് ദ ഗ്രേവ്. നിങ്ങൾ ആ ഗ്രേവ് അവിടെ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. മേക്കിംഗ് ദ ഗ്രേവ് ലീപ്പ് ആൻഡ് ലീപ്പ് ഇൻ എയർ. അപ്പോൾ അതിങ്ങനെ കുഴിക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന മണ്ണുണ്ടല്ലോ, അതിങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ തെറിച്ച് വരുന്നുണ്ട്, ലീപ്പ് അപ്പ് ചെയ്ത് വരുന്നുണ്ട്. ദാറ്റ് ആൻഡ് ലാൻഡ് സോ ലൈറ്റ്ലി. എന്നിട്ടോ അതിങ്ങനെ ഭയങ്കര ലൈറ്റായിട്ട് അവിടെ ലാൻഡ് ചെയ്യുന്നുണ്ട്. എവിടെയാണ്? ആൻഡ് റോൾ ബാക്ക് ഡൗൺ ദ മൗണ്ട് ബിസൈഡ് ദ ഹോൾ. അപ്പം കുഴി ഇങ്ങനെ കുഴിച്ചിട്ട് മണ്ണൊരു സൈഡിലോട്ട് വെക്കുമല്ലോ, അപ്പോൾ അവിടെ ഒരു മൺകൂന ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ മൺകൂനയിലോട്ട് ഈ മണ്ണിങ്ങനെ ലൈറ്റായിട്ട് ചെന്ന് വീഴുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? അത്രയും ലൈറ്റായിട്ടാണ് സ്വന്തം കുഞ്ഞിൻ്റെ മരണത്തിനെ കുറിച്ച് അയാൾ കണ്ടത് എന്നുള്ളതാണ് അവളവിടെ സ്റ്റേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഐ തോട്ട് ഹൂസ് ദാറ്റ് മാൻ. അപ്പം ഞാൻ ചിന്തിച്ചത് എന്താണെന്നറിയോ? ഐ തോട്ട് ഹൂസ് ദാറ്റ് മാൻ. ആരാണ് ആ മനുഷ്യൻ എന്നാണ് ഞാൻ ചിന്തിച്ചത്. ഐ ഡോണ്ട് നോ യു. നിങ്ങളെ, ആ കുഴി സ്വന്തം മകന് വേണ്ടി കുഴി കുഴിച്ചുകൊണ്ടിരുന്ന നിങ്ങളെ എനിക്കറിയില്ല. ആൻഡ് ഐ ക്രബ് ഡൗൺ. എന്നിട്ടോ ഞാൻ താഴോട്ടിറങ്ങി, ആ സ്റ്റെയേഴ്സിലൂടെ ഞാൻ താഴോട്ടിറങ്ങി. ആൻഡ് അപ്പ് ദ സ്റ്റെയേഴ്സ്. എന്നിട്ട് ഞാൻ തിരിച്ച് വീണ്ടും മുകളിലോട്ട് തന്നെ വന്നു. ടു ലുക്ക് അഗെയിൻ. വീണ്ടും ഒന്നുകൂടെ നോക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് സ്റ്റിൽ യുവർ സ്പേഡ് കെപ്റ്റ് ലിഫ്റ്റിംഗ്. അപ്പോഴും നിങ്ങൾ അവിടെ ഇങ്ങനെ എന്ത് ചെയ്താണ് ഉണ്ടിരിക്കുകയാണ്? നിങ്ങളിങ്ങനെ കുഴി കുഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. യുവർ സ്പേഡ് കെപ്റ്റ് ലിഫ്റ്റിംഗ്. നിങ്ങൾ നിങ്ങളുടെ സ്പേഡ് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. വിച്ച് മീൻസ് അയാൾ അപ്പോഴും അവിടെ ആ പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ദെൻ യു കെയിം ഇൻ. അത് കഴിഞ്ഞപ്പോഴോ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നു, നിങ്ങൾ അകത്തോട്ട് വന്നു. ഐ ഹിയർഡ് യുവർ റംബ്ലിംഗ് വോയിസ് ഔട്ട് ഇൻ ദ കിച്ചൺ. ഞാൻ ആ കിച്ചണിൽ നിൽക്കുമ്പോഴേ നിങ്ങളുടെ ആ റംബ്ലിംഗ് വോയിസ് അത് ഞാൻ കേട്ടു. ആൻഡ് ഐ ഡോണ്ട് നോ വൈ. പക്ഷേ എനിക്കറിയില്ല എന്തുകൊണ്ടാണ്, എനിക്കറിയില്ല. ബട്ട് ഐ വെൻറ്റ് നിയർ ടു സീ വിത്ത് മൈ ഓൺ ഐസ്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് തന്നെ അത് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ വന്നു. യു കുഡ് സിറ്റ് ദർ വിത്ത് ദ സ്റ്റെയിൻ ഓൺ യുവർ ഷൂസ് ഓഫ് ദ ഫ്രഷ് എർത്ത് ഫ്രം യുവർ ഓൺ ബേബീസ് ഗ്രേവ്. അപ്പോഴോ ഞാൻ വരുമ്പോൾ നിങ്ങൾ അവിടെ ഇരിക്കുകയാണ്. നിങ്ങളുടെ ഷൂവിൽ എന്തുണ്ട്? നിങ്ങളുടെ ഷൂവിൽ നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടി കുത്തിയ ആ ഒരു ശവക്കുഴിയിൽ നിന്ന് വന്ന ഫ്രഷ് എയർ നിങ്ങളുടെ ഷൂവിൽ ഒരു സ്റ്റെയിനായിട്ട് പറ്റി പിടിച്ചിട്ടുണ്ട്. ആൻഡ് ടോക്ക് അബൌട്ട് യുവർ എവറി ഡേ കൺസേൺ. എന്നിട്ടോ നിങ്ങളവിടെ എന്ത് ചെയ്യാമായിരുന്നു? യു ആർ ടോക്കിംഗ് അബൌട്ട് യുവർ എവറി ഡേ കൺസേൺസ്. നിങ്ങളുടെ ഡെയിലി കൺസേൺസിനെ കുറിച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. യു ഡോണ്ട് സ്റ്റുഡ് ദ സ്പേഡ് യു ഹാഡ് സ്റ്റുഡ് ദ സ്പേഡ് അപ്പ് എഗെയിൻസ്റ്റ് ദ വാൾ. നിങ്ങളുടെ ആ ഒരു സ്പേഡ് നിങ്ങളവിടെ ആ ഒരു ചുമരിലിങ്ങനെ കുത്തി നിർത്തിയിട്ടുണ്ടായിരുന്നു. ഔട്ട് സൈഡ് ദർ ഇൻ ദ എൻട്രി. അവിടെ പുറത്ത് നമ്മുടെ ആ ഒരു എൻട്രിയിൽ നിങ്ങളവിടെ പുറത്ത് ചുമരിൽ ആ ഒരു സ്പേഡ് നിങ്ങളിങ്ങനെ ചാരി വെച്ചിട്ടുണ്ടായിരുന്നു. ഫോർ ഐ സോ ഇറ്റ്. ഞാനത് കണ്ടതാണ്. ഐ ഷാൾ ലോഫ് ദ വേഴ്സ്റ്റ് ലോഫ് ഐ എവർ ലോഫ്ഡ്. എനിക്ക് ആ സമയത്ത് ഞാൻ ഇന്നോളം ചിരിച്ചതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ചിരിയായിരുന്നു അത്. ഐ എം കേഴ്സ്ഡ്. ഞാൻ ശപിക്കപ്പെട്ട ആളാണ്. ഗോഡ്, ഐ ഡോണ്ട് ബിലീവ് ഐ എം കേഴ്സ്ഡ്. ദൈവമേ, എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഐ എം കേഴ്സ്ഡ്. ഞാൻ ശപിക്കപ്പെട്ടതാണ്. ഐ ക്യാൻ റിപ്പീറ്റ് ദ വെരി വേർഡ്സ് യു വർ സേയിങ്. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ഓരോ വാക്കുകളും അതെനിക്ക് റിപ്പീറ്റ് ചെയ്ത് പറയാനായിട്ട് കഴിയും. 3 foggy mornings and 1 rainy day will rot the best birch fence a man could build. ഒരു മനുഷ്യന് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ബർച്ച് ഫെൻസ്, ആ ഒരു മനുഷ്യന് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ബർച്ച് ട്രീ വെച്ചുണ്ടാക്കുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഫെൻസ്, അത് നശിച്ചു പോകാനും 3 ഫോഗി മോർണിംഗ്സും ഒരു റെയിനി ഡേയും തന്നെ മതിയാവും എന്നാണ് പറഞ്ഞത്. ഒരു പക്ഷേ ഇയാളുടെ വിഷമം അത് ഡയറക്റ്റായിട്ട് പറയാതെ അയാൾ അത്രയും നോക്കി വളർത്തി അത്രയും കെയർ ചെയ്ത് കൊണ്ടുവന്ന ആ ഒരു കുഞ്ഞവിടെ മരിച്ചു കിടക്കുമ്പോൾ, അപ്പോൾ എന്താ പറയുക, നഷ്ടങ്ങൾ അല്ലെങ്കിൽ നാശങ്ങൾ എന്നൊക്കെ പറയുന്നത്, നാശങ്ങൾ വിച്ച് മീൻസ് നമുക്കുണ്ടാകുന്ന നാശങ്ങൾ, നഷ്ടങ്ങൾ, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ ഒരു കുഞ്ഞ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അതിനെക്കുറിച്ചാവും മേ ബി അയാൾ അവിടെ സംസാരിച്ചിട്ടുണ്ടാവുക. പക്ഷേ അവൾക്ക് തോന്നുന്നത് എന്താണ്, അയാളുടെ ഡെയിലി കൺസേൺസിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞുകൊണ്ടിരുന്നതെന്നാണ്. തിങ്ക് ഓഫ് ഇറ്റ്. അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കൂ. ടോക്ക് ലൈക്ക് ദാറ്റ് അറ്റ് സച്ച് ടൈം. അതുപോലെയുള്ളൊരു സമയത്ത് അങ്ങനെ സംസാരിക്കുക എന്ന് പറയുമ്പോൾ, ഹൗ ലോങ് ഇറ്റ് ടേക്സ് എ ബർച്ച് ടു റോട്ട് ടു ഡു വിത്ത് വാട്ട് വാസ് ഇൻ ദ ഡാർക്കൻഡ് പാർലർ. ആ ഒരു ഡാർക്കൻഡ് പാർലർ എന്ന് പറയുന്നത് എന്തിനെയാണ്? ആ ഒരു ഗ്രേവിനെയാണ്. അപ്പോൾ ആ ഒരു ഗ്രേവിലുള്ളതുമായിട്ട് എന്ത് ബന്ധമാണ്? എത്ര സമയത്തിലാണ് ഒരു ബർച്ച് നശിച്ചു പോകുക എന്നുള്ളതും
ഈ ഒരു ഡാർക്ക് ആൻഡ് പാലറിൽ ഉള്ളതുമായിട്ട് ടു ഡു വിത്ത് വാട്ട് വാസ് ഇൻ ദ ഡാർക്ക് ആൻഡ് പാർലർ. ആ ഒരു ഡാർക്ക് ആൻഡ് പാർലറിൽ എന്താണോ ഉള്ളത്, അതായത് അപ്പോൾ അവിടെ പറയുമ്പോൾ എന്താണ്, ആ ഒരു ഗ്രേവിൽ എന്താണുള്ളത്, അവരുടെ കുഞ്ഞാണ്. അപ്പോൾ അവരുടെ കുഞ്ഞും അവരുടെ ആ മരിച്ചു കിടക്കുന്ന കുഞ്ഞും ഒരു ബേർച്ച് ട്രീ റോട്ട് ചെയ്ത് പോകാൻ എത്ര സമയം എടുക്കുന്നു എന്നുള്ളത് തമ്മിൽ എന്താണ് ബന്ധമുള്ളത്? യു ഡോണ്ട് കെയർ. നിങ്ങൾക്കിതൊന്നും ഒരു വിഷയമല്ല. ദ നിയറസ്റ്റ് ഫ്രണ്ട്സ് ക്യാൻ ഗോ വിത്ത് എനി വൺ ടു ഡാൻസ്. ഏറ്റവും അടുത്ത ഫ്രണ്ട്സിന് എന്ത് ചെയ്യാൻ പറ്റും? ഒരാളുടെ കൂടെ മരണത്തിലോട്ട് പോകാൻ പറ്റും. അതായത് മരിക്കുന്നത് വരെ അയാളുടെ കൂടെ പോകാൻ പറ്റും എന്നാണ് പറയുന്നത്. കംസ് ഓഫ് ആർ ഷോർട്ട് ദേ മൈറ്റ് ആസ് വെൽ നോട്ട് ട്രൈ ടു ഗോ അറ്റ് ഓൾ. ആ ഒരാൾ മരിച്ചു കഴിയുമ്പോൾ എന്താണ്, അവരവിടുന്ന് പെട്ടെന്ന് തിരിച്ചു പോരും. അല്ലാതെ ഒരിക്കലും ഒരു ഫ്രണ്ട് മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാനും മരിക്കുകയാണെന്ന് ഒരാളും പറയുന്നില്ലല്ലോ. അത് കഴിയുന്നതോടുകൂടെ ഒരു ഷോർട്ട് ടൈമിൽ തന്നെ ദേ മൈറ്റ് ആസ് വെൽ നോട്ട് ട്രൈ ടു ഗോ അറ്റ് ആൾ. ഒരിക്കലും അവർ ഈ ഒരു മരിച്ച ആളിൻ്റെ കൂടെ പോവുകയല്ല ചെയ്യുന്നത്. അവരൊരു ഷോർട്ട് ടൈമിൽ തിരിച്ചു പോരുകയാണ് ചെയ്യുന്നത്. നോ, ഇല്ല, അങ്ങനെയല്ല. ഫ്രം ദ ടൈം വെൻ വൺ ഈസ് സിക്ക് ടു ഡെത്ത്. ഒരാൾ അസുഖത്തിലോട്ട് എത്തുന്നത് മുതൽ മരണപ്പെടുന്നത് വരെയുള്ള സമയം വൺ ഈസ് അലോൺ. ഒരാളെപ്പോഴും ഒറ്റയ്ക്ക് തന്നെയാണ്. ആൻഡ് ഹീ ഡൈസ് മോർ അലോൺ. പക്ഷേ ഇവിടെ നമ്മുടെ കുഞ്ഞെന്താണ്, ഹീ ഡൈസ് മോർ അലോൺ. അപ്പോൾ ഒരാൾക്ക് അസുഖം വന്ന് മരിക്കുക എന്ന് പറയുമ്പോൾ ആ അസുഖം വരുന്നത് മുതൽ ആ മരണത്തിലോട്ട് എത്തുന്നത് വരെ, ആ മരിച്ചു പോകുന്നത് വരെ ഒരാൾ ഒറ്റയ്ക്കാണ്. അതിൻ്റെ സഫറിങ്സ് കാര്യങ്ങളെല്ലാം ഒരാൾ ഒറ്റയ്ക്കാണ് എടുക്കേണ്ടത്. അപ്പോഴോ ഇവിടെ എന്താ പറയുന്നത്, മേ ബി ഫ്രണ്ട്സ് ഉണ്ടാവും, റിലേറ്റീവ്സ് ഉണ്ടാവും, ആരൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു സിക്നെസ്സിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഡെത്തിൻ്റെ പെയിൻ എടുക്കുന്നത് ആരാണ്? ആ ഒരൊറ്റ ആൾ മാത്രമാണ്. പക്ഷേ ഇവിടെ ഹിയർ എന്താണ് ഉണ്ടായത്? ഹിയർ ഹീ ഡൈസ് മോർ അലോൺ. നമ്മുടെ കുഞ്ഞെന്താണ്? മോർ അലോൺ. സാധാരണ എത്രത്തോളം ഒരാൾ ഒറ്റപ്പെടുമോ അതിൽ കൂടുതൽ ഒറ്റപ്പെട്ടിട്ടാണ് എൻ്റെ കുഞ്ഞ് പോയത്. കാരണം എന്താ, എൻ്റെ കുഞ്ഞവിടെ മരിച്ചു കിടക്കുന്ന സമയത്ത് എൻ്റെ ഭർത്താവ് അവിടെ എവ്രി ഡേ കൺസേൺസിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ്റെ മരണം ഇയാളൊട്ടും എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞ് മോർ അലോൺ ആയിട്ടാണ് മരിച്ചു പോയതാണെന്നാണ് പറയുന്നത്. ഫ്രണ്ട്സ് മേക്ക് പ്രിറ്റൻസ് ഓഫ് ഫോളോയിങ് ടു ദ ഗ്രേവ്. ഫ്രണ്ട്സ് എന്ത് ചെയ്യും? ആ ഗ്രേവിലോട്ട് അയാളെ ഫോളോ ചെയ്യുന്നത് പോലെ പ്രിറ്റൻഡ് ചെയ്യും, അല്ലെങ്കിൽ ആ ഗ്രേവ് വരെ അയാളെ ഫോളോ ചെയ്യും. ബട്ട് ബിഫോർ വൺ ഈസ് ഇൻ ഇറ്റ്. പക്ഷെ ഒരാൾ അതിലോട്ട് ഇറക്കി വെക്കുന്നതിന് മുമ്പേ തന്നെ ഇൻ ദിയർ മൈൻഡ്സ് ആർ ടേൺഡ്. അവരുടെ മനസ്സൊക്കെ തിരിഞ്ഞു വന്നിട്ടുണ്ടാവും. ആൻഡ് മേക്കിംഗ് ദ ബെസ്റ്റ് ഓഫ് ദിയർ വേ ബാക്ക് ടു ലൈഫ്. അവരുടെ ജീവിതത്തിലോട്ട് തിരിച്ചു പോകുന്നതിനെക്കുറിച്ച്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ ബെസ്റ്റ് തിങ്സ് വരാനുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കാവും. ഇപ്പം നമുക്കറിയാം, നമ്മളൊരു മരിച്ച വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പോകുമ്പോൾ എന്താ, നമ്മുടെ മൈൻഡിൽ വേറെ കുറേ സംഭവങ്ങളുണ്ടാവും. അവിടുന്ന് പോയി വന്നിട്ട് വേണം അടുത്ത കാര്യം ചെയ്യാനായിട്ടെന്നൊക്കെ പറഞ്ഞ്. അല്ലെങ്കിൽ ഖബറടക്കുന്ന സമയത്ത് അവിടെ നിന്നിട്ടൊരു ഫോൺ കോൾ വരികയാണ്, വിളിച്ചിട്ട് എന്താ പറയുക, ഒരു മിനിറ്റ് കേട്ടോ, ഇപ്പം വരാം, ഇതിപ്പോൾ കഴിയും, ഇപ്പം വരാം എന്ന് പറയാം. അപ്പം ഇതാണ്, അത്രയേ ഉള്ളൂ. ഓരോ ആളുകളും ആ ഒരു ഗ്രേവിൽ വരെ പോകുന്നത് പോലെ പ്രിറ്റൻഡ് ചെയ്യും എന്നുണ്ടെങ്കിൽ കൂടിയിട്ടും അത് കഴിയുമ്പോൾ അവരവരുടെ ലൈഫിലോട്ട് തിരിച്ചു പോകുമെന്നാണ് പറയുന്നത്. ആൻഡ് ലിവിങ് പീപ്പിൾ, പിന്നെയോ അവരുടെ ബെസ്റ്റായിട്ടുള്ള കാര്യങ്ങളിലോട്ടും അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന ആളുകളിലോട്ടും. ആൻഡ് തിങ്സ് ദേ അണ്ടർസ്റ്റാൻഡ്, അതുപോലെ തന്നെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളിലോട്ടും ഈ ഫ്രണ്ട്സ് തിരിച്ചു പോകുമെന്നാണ് പറയുന്നത്. ബട്ട് ദ വേൾഡ് ഈസ് ഈവിൾ. പക്ഷേ ഈ ലോകം തന്നെ ഈവിളാണ്. ഐ വോണ്ട് ഹാവ് ഗ്രീഫ് സോ ഇഫ് ഐ ക്യാൻ ചേഞ്ച് ഇറ്റ്. എനിക്കിതൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഐ വോണ്ട് ഹാവ് ഗ്രീഫ്. എനിക്ക് ഈ ഒരു സങ്കടവും വേണ്ട. ഓ ഐ വോണ്ട് ഇല്ല, എനിക്കിതൊന്നും വേണ്ട. ദർ യു ഹാവ് സെഡ് ഇറ്റ് ഓൾ ആൻഡ് യു ഫീൽ ബെറ്റർ. അപ്പോൾ ഹസ്ബൻഡ് പറയാണ്, ഓക്കെ, അപ്പോൾ നീ ഇത്രയും നേരം ഈ കാര്യങ്ങളൊക്കെ നീ പറഞ്ഞു, ഇപ്പോഴോ നിനക്ക് ഒരു ബെറ്റർ ഫീലിംഗ് ഉണ്ട്, യു ഫീൽ ബെറ്റർ. യു വോണ്ട് ഗോ നൗ. ഇപ്പം നീ ഇനി പോവില്ല അല്ലേ? യു ആർ ക്രൈയിങ്, നീ കരയുന്നുണ്ട്. ക്ലോസ് ദ ഡോർ, ആ ഡോർ അടക്ക്. The heart is gone out of it. Why keep it up? Amy, there is someone coming down the road. അപ്പോൾ എന്താണ് അയാൾ പറയാണ്, ഇപ്പോൾ നിനക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു, ഇനി നീ പോവില്ലല്ലോ. ഓക്കെ, ഇപ്പം നീ എല്ലാം പറഞ്ഞു, നിൻ്റെ വിഷമങ്ങളെല്ലാം മാറി, ഇനി നീ പോവില്ലല്ലോ അല്ലേ? യു ആർ ക്രൈയിങ്, യുവർ ഹാർട്ട് ഇസ് ഗോൺ ഔട്ട് ഓഫ് ഇറ്റ്. നീ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിൻ്റെ ഹൃദയം അത് നീ വിചാരിക്കുന്ന പോലെയല്ല, അത് പുറത്തോട്ട് വരുന്നുണ്ട്. അവിടെ റോഡിലൂടെ എന്താണ്, ദർ ഇസ് സമൺ കമ്മിങ് ഡൗൺ ദ റോഡ്. ആ റോഡിലൂടെ ആരൊക്കെയോ വരുന്നുണ്ട്.
അപ്പോൾ അപ്പോഴും അയാളുടെ കൺസേൺസ് എന്താണ്, ഇയാളുടെ വീടിൻ്റെ ഉള്ളിലുള്ള ഈ കാര്യങ്ങൾ പുറത്താരെങ്കിലും അറിയുമോ എന്നുള്ളതാണ്. അതുകൊണ്ട് എന്താണ്, പ്ലീസ് ക്ലോസ് ദി ഡോർ, അതുകൊണ്ട് നീ ആ ഡോർ അടയ്ക്കാം. ഓ യു തിങ്ക് ദി ടോക്ക് ഈസ് ഓൾ. അപ്പോൾ വൈഫ് ചോദിക്കണം, ഓ ഇപ്പോഴും നിങ്ങൾ വിചാരിക്കുന്നത് ഈ പറച്ചിലുകളാണെല്ലാം എന്നാണ് വിചാരിക്കുന്നത്. ഐ മസ്റ്റ് ഗോ, ഞാൻ എന്തായാലും പോവും. സംവെയർ ഔട്ട് ഓഫ് ദിസ് ഹൗസ്, ഈ വീട്ടിൽ നിന്ന് മാറിയിട്ട് ഞാൻ എങ്ങോട്ടെങ്കിലും പോവും. ഹൗ ക്യാൻ ഐ മേക്ക് യു, അപ്പോൾ ഹൗ ക്യാൻ ഐ മേക്ക് യു അണ്ടർസ്റ്റാൻഡ് എന്നായിരിക്കും ചിലപ്പോൾ പറയുന്നത്. ഹൗ ക്യാൻ ഐ മേക്ക് യു അണ്ടർസ്റ്റാൻഡ്, എങ്ങനെയാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാമെന്നായിരിക്കും അവിടെ പറയാനുള്ളത്. പക്ഷേ അവിടെയും ആ ഒരു ലൈൻ അവിടെ കംപ്ലീറ്റ് ചെയ്യുന്നില്ല. കാരണം അത്രത്തോളം അവൾ എക്സോസ്റ്റഡ് ആണ്. ഇനി അയാളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അയാൾക്കൊന്നും മനസ്സിലാവില്ല എന്നുള്ളൊരു മൈൻഡ് സ്റ്റേറ്റിലോട്ട് അവൾ എത്തിയിട്ടുണ്ട്. ഇഫ് യു ഡു, ഷി വാസ് ഓപ്പണിങ് ദ ഡോർ വൈഡർ. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞിട്ട് അവൾ എന്ത് ചെയ്യാണ്, ഷി വാസ് ഓപ്പണിങ് ദ ഡോർ വൈഡർ, അവൾ ആ വാതിൽ വൈഡായിട്ട് ഓപ്പൺ ചെയ്തു. വേർ ഡു യു മീൻ ടു ഗോ, ഇഫ് യു ഡു വേർ ഡു യു മീൻ ടു ഗോ, നീ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വേർ ഡു യു മീൻ ടു ഗോ, നീ എങ്ങോട്ടേക്കാണ് പോകുന്നത്. ഫസ്റ്റ് ടെൽ മീ ദാറ്റ്, ആദ്യം നീ അത് പറ. ഐ വിൽ ഫോളോ ആൻഡ് ബ്രിങ് യു ബാക്ക് ബൈ ഫോഴ്സ്. ഐ വിൽ, ഞാൻ നിന്നെ ഫോളോ ചെയ്യും, എന്നിട്ടോ ഐ വിൽ ബ്രിങ് യു ബാക്ക് ബൈ ഫോഴ്സ് ചെയ്തിട്ടാണെങ്കിലും ഞാൻ നിന്നെ തിരിച്ചു കൊണ്ടുവരും. ഐ വിൽ, തീർച്ചയായിട്ടും ഞാനത് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഉള്ളത്. ഈ ഒരു പോയം ഇത്രയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പോയം പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ഡേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രൈമറി ടെക്സ്റ്റ് വായിക്കുക. പ്രൈമറി ടെക്സ്റ്റ് ഞാനിപ്പം റീഡ് ചെയ്തതിൻ്റെ കൂടെ റീഡ് ചെയ്ത് പോകുന്ന ആളുകൾ എന്ത് ചെയ്യുക, ഇതിന് ശേഷം വീണ്ടും നിങ്ങൾ സ്വന്തമായിട്ടൊന്നുകൂടെ വായിച്ച് നോക്കുക. അതിൻ്റെ കൂടെ തന്നെ ഇതിൽ വരുന്ന ഇമേജറീസും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. പോയറ്റിക് എലമെൻറ്റ്സ് എന്തൊക്കെ ഇതിൽ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം. അതുപോലെ തന്നെ റൈറ്ററിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ കൃത്യമായിട്ടൊന്ന് നോട്ട് ഡൗൺ ചെയ്യുക, റിവൈസ് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ.